ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചേക്കണാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഓർഗൻഡി സാരി, ചെക്കോട്ട, അതല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ചെയ്ത് കാണിക്കുമോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് നെറ്റ് മെറ്റീരിയൽ എങ്ങനെയാണ് ചെയ്യുന്നത്, നെറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ അതാണ് കാണിക്കുന്നത്. നെറ്റ് മെറ്റീരിയലിൽ എങ്ങനെയാണ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാവുന്നത് എന്നുള്ള അതിൻ്റെ ടിപ്സും അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ നെറ്റ് മെറ്റീരിയൽ, ഷിഫോൺ അല്ലെങ്കിൽ നൈലോൺ അങ്ങനത്തെ മെറ്റീരിയലിലൊക്കെ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യലും ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ തെന്നി പോയിക്കൊണ്ടിരിക്കും ഡിസൈൻസ്. അല്ല, മെറ്റീരിയൽ തെന്നി പോണ കാരണം ഡിസൈൻ അതിൻ്റെ ഷേപ്പിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെറ്റ് മെറ്റീരിയലിൽ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ എന്നൊരു നെറ്റ് മെറ്റീരിയലിലാണ് തയ്ക്കുന്നത്. അതിനായിട്ട് ഞാനൊരു നെറ്റിനകത്ത് ഒരു സ്മോൾ ഫ്രെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല വലിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ നെറ്റിലോട്ട് എങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ നെറ്റ് ടൈപ്പ് മെറ്റീരിയലിലോട്ട് എങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രേസിങ് പേപ്പർ വെച്ചൊക്കെ വരയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, തെന്നി പോകും, അങ്ങനെ പല കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മളിങ്ങനെ എന്ത് പേപ്പറിലാണെന്ന് വെച്ചാൽ അതിൽ വരയ്ക്കുക. എന്നിട്ട് ഫ്രെയിം ഇട്ടതിന് ശേഷം ഇതുപോലെ ഡിസൈൻ നമ്മൾ ഈ ക്ലോത്തിൻ്റെ അടിയിൽ വെക്കുക. എവിടെയാണ് ഡിസൈൻ വരണ്ടേ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അതിൻ്റെ ഇതിൽ വെക്കുക, ഡിസൈൻ വെക്കുക, ഇതുപോലെ വെക്കുക. ഇതൊരു വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഈ 4 സൈഡ് അല്ലെങ്കിൽ ഈ 2 സൈഡിലായിട്ട് സൂചി വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഈ ഡിസൈൻ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി, പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ നീഡിൽ വെച്ച് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൈ വെച്ച് സപ്പോർട്ട് ചെയ്ത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അടിയിൽ പയ്യെ പിടിച്ചാൽ മതി. എന്നിട്ട് പെൻസിലോ പെന്നോ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മേലിൽ കൂടെ നമ്മൾ വരയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ പറ്റും. ഫ്രെയിം ഇട്ട് കഴിയുമ്പോൾ ഇത് വലിഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഇതിൻ്റെ ഡിസൈനിൻ്റെ മേളിൽ കൂടെ വരയ്ക്കുക. മറ്റേ മെറ്റീരിയലിൽ വരയ്ക്കുന്നതിനേക്കാളും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുക. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത്, ഈ നെറ്റിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളം ഉള്ളത് കൊണ്ട് നമുക്ക് വരയ്ക്കുമ്പം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പെൻ വേണമെന്നൊന്നുമില്ല. ഇതിപ്പം വളരെ നമ്മൾ പെൻസിലായിട്ട് വെച്ച് വരയ്ക്കുമ്പോൾ പയ്യെ ലൈറ്റായിട്ടാണ് വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പെൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡ്രസ്സൊക്കെ തയ്ക്കുവാണെങ്കിൽ പെൻ യൂസ് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, പെൻസിൽ തന്നെ മതി. ഇതുപോലെ നമുക്ക് ഫുൾ ഡിസൈനും വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തീരെ ലൈറ്റായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വളരെ ഡാർക്കായിട്ടല്ല, ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഡാർക്ക് പെൻസിലെടുത്ത് വരച്ചാലും ഇത്തിരി ഡാർക്കായിട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഈ നെറ്റ് മെറ്റീരിയലിൽ. ഇനി നമ്മൾ ആങ്കറിൻ്റെ ത്രെഡ് 3 strands ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഞാൻ കെട്ടിട്ടിട്ടില്ല. കെട്ടിടാണ്ട് എങ്ങനെയാണ് മെറ്റീരിയൽ തയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം കെട്ടിടാണ്ട് നമുക്ക് വെറുതെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തയ്ച്ചെന്ന് വെച്ചാൽ കാണുന്നില്ല. അപ്പം അങ്ങനെയുള്ള സ്റ്റിച്ചസിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറച്ച് താഴെ, ഇത്രയും വലിക്കണ്ട, കുറച്ചും കൂടെ താഴത്തോട്ട് വെച്ചോളൂ. കുറച്ച് താഴെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ തയ്ച്ച് തുടങ്ങുകയാണ്. വെറുതെ ഉള്ളിൽ, ഇതിൻ്റെ പുറമേ കൂടെ നമ്മൾ ഇനി തയ്ക്കാൻ പോകും, അതുകൊണ്ട് കാണത്തില്ല ഉള്ളിൽ തയ്ക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒത്തിരി വലിക്കല്, ഊരിപ്പോരും, വലിക്കുക. എന്നിട്ട് ഒന്നോടെയും ഇത് എവിടെയെങ്കിലും ഒന്ന് തയ്ക്കുക. ഇനിയിപ്പം നമ്മളൊന്ന് മുറുക്കെ വലിച്ചാൽ ഇത് ഊരിപ്പോരത്തില്ല. ഇത് 2 വട്ടം നമ്മൾ എടുത്തു. ഇനി നമ്മളിതെല്ലാം തയ്ച്ച് കഴിയുമ്പം അടിയിലുള്ള ബാക്കിയത്തെ നൂല് നമുക്ക് കണ്ടിച്ചു കളയാം.
അപ്പോൾ കെട്ടിടാണ്ട് ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിലൊക്കെ കെട്ടില്ലാണ്ട് തയ്ക്കാം ഇങ്ങനെ. പക്ഷേ ചില വർക്കിൽ കെട്ടില്ലാണ്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി നമ്മൾ തയ്ക്കുന്നതിനെല്ലാത്തിനും കെട്ടിടുന്നത്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഇങ്ങനെയും നമുക്ക് തയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഫ്ലവേഴ്സിന് തയ്ക്കാൻ പോണ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഇവിടെ 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പെറ്റലിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് തയ്ക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്നു. എല്ലാവർക്കും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇപ്പോൾ തയ്ക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കുക. ഏത് ഡിസ്റ്റൻസ് വരെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പൊക്കുക. നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്യുക. ഇത് ഇനി അടുപ്പിച്ച് വരാനായിട്ട് ഇവിടെ താഴെ കുറവും മേളിൽ വളഞ്ഞുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും ഈ ഹോളിൽ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൻറ്റർ പോർഷനിൽ ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ എന്നാൽ കവർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ വരെ എടുക്കാണ്ട് ഇൻ ബിറ്റ്വീൻ നടുക്കുന്ന ഇങ്ങനെ മേളിലോട്ട് തയ്ക്കുക. അപ്പോൾ മേള് ഫില്ലായി വരും. ഇപ്പോൾ നമ്മുടെ ഇത് ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വന്നുമില്ല, എന്നാൽ ഇത്രയും ഭാഗം നല്ല ടൈറ്റ്ലി ഫിൽഡുമായി. അപ്പം അങ്ങനെ തയ്ക്കുക. ഇനി കുറച്ച് കുറച്ച് സ്ഥലത്ത് നമ്മൾ ഇനി ഇൻ ബിറ്റ്വീനാണ് തയ്ക്കുന്നത്. താഴം വരെ എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ത്രെഡ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പെറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തയ്ക്കുക. അപ്പം നെറ്റിൽ വർക്ക് ചെയ്തിട്ട് ലെഹങ്കയാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഫ്രോക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡാണ്. അപ്പം നമുക്ക് തയ്ക്കാമെന്നേ ഉള്ളൂ. എല്ലാവരുടെയും ഒരു ധാരണ നെറ്റ് തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. പടം വരയ്ക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നെറ്റ് മെറ്റീരിയലിലോട്ട് ഇങ്ങനത്തെ ഡിസൈൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഇത്തിരി പാടാണ്. തയ്ക്കാനുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രെയിം നല്ല വലിഞ്ഞിരുന്ന് തയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഫ്രെയിം ഇത്തിരി ലൂസായിട്ട് ഇരുന്നിട്ടാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ചുളിഞ്ഞ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ 2 കാര്യങ്ങളാണ് നെറ്റ് മെറ്റീരിയലിൽ ഉള്ള നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ഇത് രണ്ടുമാണ്. അല്ലെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ സ്റ്റിച്ചസും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഈ 2 ഫ്ലവറിൻ്റെയും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് 2 ഫ്ലവറും ഞാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും പറയും. അപ്പോൾ ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ 2 ഫ്ലവറും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് 2 ഫ്ലവേഴ്സും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടുക്ക് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇടയിൽ ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് തന്നെയാണ് 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് തന്നെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും തയ്ക്കുന്നത്. ആ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ നമ്മൾ ത്രെഡ് എടുത്ത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ചും തയ്ക്കുന്നത്. വേറെ കളർ യൂസ് ചെയ്യണമെങ്കിൽ വേറെ കളർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിവിടെ നെറ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഒരു കുഞ്ഞു ഹോള് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാരി ആയിട്ടോ അല്ലെങ്കിൽ ലെഹങ്കയുടെ ടോപ്പായിട്ടോ അങ്ങനെ ലെഹങ്കയായിട്ടോ എന്തായാലും നെറ്റ് വെച്ച് തയ്ച്ച് കഴിയുമ്പം ആ ഹോളിൻ്റെ ഇത് ഹോളായിട്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്തായാലും താഴെ നമ്മൾ കട്ടിയുള്ള ഒരു ലൈനിങ് ഇട്ടായിരിക്കുമല്ലോ തയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ഹോള് വരുന്നത് ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല തയ്ച്ച് കഴിയുമ്പം. ഇപ്പം ഇങ്ങനെ കാണുമ്പോഴേ ഉള്ളൂ ആ ഒരു കുഴപ്പം.
നമ്മൾ തയ്ക്കുമ്പോൾ ഇത്രയും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇത്ര അടുപ്പിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അത്രയും തയ്ച്ചപ്പം അവിടെ ഒരു ഹോൾ ഫോർമേഷൻ ഉണ്ടാകും. പിന്നെ നമ്മൾ നടുക്ക് സാറ്റിൻ സ്റ്റിച്ചും ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന് ചുറ്റുമായിട്ട് ഇത്രയും ഹോൾസ് വന്നതായിട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കൈ മാറ്റുമ്പം നിങ്ങൾക്ക് ആ വിടവ് കാണാൻ പറ്റുന്നുണ്ടാവും ഹോൾസ് അല്ലേ. ഇപ്പോൾ കാണുന്നില്ല. ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ ഇതുപോലെ ഇരുന്നോളും. ലൈനിങ് ഇടാണ്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഹോള് നമുക്ക് ഫീൽ ചെയ്യും. അതാ നെറ്റ് വലിയതിൻ്റെ ഇതാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കെട്ടിടുന്നത് ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് കെട്ടിടുന്നത് ആസ് യൂഷ്വൽ നേരത്തെ ബാക്കിയുള്ള എപ്പോഴും തയ്ക്കുമ്പോൾ നമ്മൾ കെട്ടിടുന്ന മാതിരി തന്നെ ഇത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടിട്ടാൽ മതി. ഒത്തിരി വലിക്കാൻ പോകണ്ട, നെറ്റ് കുറേ അങ്ങ് വലിഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി വലിക്കണ്ട, പയ്യെ ഒന്ന് വലിച്ചാൽ മതി. സാധാരണ നമ്മൾ മെറ്റീരിയൽ നല്ല മുറുക്കെ സ്മോൾ കെട്ടായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മുറുക്കെ വലിക്കും. അപ്പോൾ കുഞ്ഞു കെട്ടായി വരും. അത് ഒത്തിരി വലിക്കാൻ പോകണ്ട, നെറ്റ് വലിഞ്ഞു പോകും. അത് നെറ്റിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും വലിയണതൊക്കെ. അപ്പോൾ ഇതുപോലെ വേണം നീറ്റായിട്ട് തന്നെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ നീറ്റായിട്ട് തന്നെ വെക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, ഞാൻ ഓറഞ്ചിൽ തയ്ച്ചപ്പം ഇവിടെ കെട്ടിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അല്ലാണ്ട് ആദ്യം കെട്ടില്ലാണ്ടല്ല സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കെട്ടിട്ട് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു കെട്ടാവണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് നീറ്റായിട്ട് തന്നെ അടിയിരുന്നോളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവറും തയ്ച്ചു, അതിൻ്റെ നടുക്കത്ത് ഇത് വെച്ചു. ഇനി നമുക്ക് ലീഫും കൂടെ തയ്ച്ചിട്ട് ലീഫ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണാം. ഇനി നമ്മൾ ലീഫ് തയ്ക്കാനാണ് പോണത്. ലീഫ് തയ്ക്കാനായിട്ട് ഞാൻ താഴെ കെട്ടില്ലാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ലീഫ് തയ്ക്കേണ്ടതെന്നും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റെം അല്ല ഫിഷ് ബോൺ ആണ് തയ്ക്കുന്നത് ലീഫ്. അപ്പോൾ താഴെ ഇത്ര ഒരു ഏരിയ കുറച്ചധികം നൂല് താഴെ വെച്ചിട്ട് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ അതുപടി അങ്ങ് കയറിപ്പോരും. അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തന്നെ നമ്മൾ താഴത്തെ ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ആദ്യം ഫിഷ് ബോണിൽ തയ്ക്കുന്ന വരെ താഴത്തോട്ട് താത്തുകയാണ്. അപ്പോൾ ഈ ത്രെഡിൽ നിന്ന് കൈ എടുക്കരുത്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ നല്ലോണം വലിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ തയ്ക്കുന്ന മാതിരി തന്നെ തയ്ച്ചു പോവുക. അവിടുന്ന് കൈ എടുക്കണ്ട, ആ ത്രെഡിൽ അവിടെ തന്നെ കൈ ഇരുന്നോട്ടെ. 2-3 വട്ടം തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൈ വിട്ടാൽ മതി. അപ്പം അത് ഊരിപ്പോരില്ല, പിന്നെ ആ നൂല് ഊരിപ്പോരത്തില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സാധാരണ തയ്ക്കുന്ന പോലെ 2 സൈഡിൽ നിന്നും തയ്ച്ചു തുടങ്ങുക. ഇത് വേണമെങ്കിൽ ഇനി തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് തയ്ച്ചാൽ മതി, അപ്പോൾ ഊരിപ്പോരത്തില്ല. അപ്പോൾ താഴത്തെ ആ ത്രെഡ് നമ്മൾ ഇനി കുത്തണേൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് തയ്ക്കുക. അപ്പോൾ ഇനി ഊരിപ്പോരില്ല, ഇതിൻ്റെ ഉള്ളിൽ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ത്രെഡ് അതിൻ്റെ നമ്മളിപ്പോൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോണ കാരണം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യവുമില്ല. ബാക്കിയുള്ള ത്രെഡ് നീണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചല്ലോ ഇപ്പോൾ ഓൾറെഡി. ഇതുപോലെ നമുക്ക് ലീഫ് നമ്മളിങ്ങനെ താഴെയായിട്ട് കുത്തി ഒത്തിരി ഡിസ്റ്റൻസ് എടുത്ത് വെക്കണ്ട, ഓരോ കോളം വിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ലീവ്സും തയ്ച്ചെടുക്കാം. അപ്പോൾ കെട്ടില്ലാണ്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കെട്ടിടണം എന്നുള്ളത് നമുക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ കെട്ടിടുക. പിന്നെ കുറേയും കൂടെ വൃത്തിയായിട്ട് നീറ്റ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കെട്ടില്ലാണ്ട് നമുക്ക് ഇതുപോലെ തയ്ക്കാം. അങ്ങനെ ഊരിപ്പോരും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ തയ്ക്കുന്ന കാരണം അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോരുമൊന്നുമില്ല. മറ്റേതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഊരിപ്പോരും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഫിഷ് ബോൺ വെച്ചിട്ട് നമുക്ക് എല്ലാ ലീവ്സും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലവറും ലീഫും എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലീഫിൻ്റെ പുറകിൽ നമ്മൾ കെട്ടിട്ടിട്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കെട്ടിങ്ങനെ നീണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ കെട്ടില്ലാണ്ടാണ് തയ്ച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നൂലിൻ്റെ ബാക്ക് സൈഡ് നല്ല ഇതായിട്ടിരിക്കും. ഫ്രണ്ടിലെ കെട്ടിൻ്റെ ആ ഒരു ഇതൊന്നുമില്ല. നമ്മൾ കെട്ടിട്ട് തയ്ക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നീണ്ട് നൂല് കിടക്കണ കെട്ട് കാണാൻ പറ്റും. അപ്പോൾ കെട്ടില്ലാണ്ട് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ കെട്ടില്ലാണ്ട് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തന്നവരെ ആ രീതിയിൽ തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് നിങ്ങളുടെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ വ്യൂ. നമ്മൾ തയ്ച്ചു വരുമ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണെങ്കിലും സാറ്റിൻ സ്റ്റിച്ച് പോലെ അതുപോലെ അടുപ്പിച്ച് തയ്ച്ചിട്ടുണ്ട്.
അപ്പോൾ അതുപോലെയൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ഒരു നെറ്റിൻ്റെ ഫുൾ മെറ്റീരിയൽ മേടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇതുപോലത്തെ ഡിസൈൻ സ്മോൾ ഡിസൈൻ സ്കാറ്റർ ചെയ്ത് തയ്ക്കുവാണെങ്കിൽ ഇതുപോലെ ലെഹങ്ക സാരി ദുപ്പട്ട അതിലൊക്കെ ഇതുപോലെ തയ്ച്ച് നല്ല കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ ഇട്ട് അത് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.